ശ്രീ എം വിജിൻ, അങ്ങേക്ക് 9 മിനിറ്റ്. സർ, ഞാൻ ഈ ധനാഭ്യർത്ഥനകളെ അനുകൂലിക്കുകയാണ്. സംസ്ഥാനത്തോട് കേന്ദ്രം കാണിക്കുന്ന കടുത്ത സാമ്പത്തിക ഉപരോധത്തിനിടയിലും കേരളം നവകേരളത്തിലേക്ക് നയിക്കുകയാണ് പിണറായി സർക്കാർ. സർ, ഒരു ഉപരോധത്തിനും കേരളത്തെ തകർക്കാൻ കഴിയില്ല എന്ന് കേരളം ലോകത്തോട് പ്രഖ്യാപിക്കുകയാണ്. പോലീസ് വകുപ്പിനെ ആധുനികവൽക്കരിക്കാൻ 104 കോടി രൂപയാണ് നമ്മുടെ ആഭ്യന്തര വകുപ്പ് പ്രത്യേകമായ നടപടിക്രമങ്ങൾ മുന്നോട്ട് വെക്കുന്നത്. ലോക ചരിത്രത്തിൽ ക്രൂരമായ ഉപരോധങ്ങൾ ഏറ്റുവാങ്ങേണ്ടി വന്ന നാടാണ് ക്യൂബ. സർ, ക്യൂബയുടെ ദേശീയ കവി നിക്കോളാസ് ഗില്ലൻ്റെ അതിമനോഹരമായ കവിതയുണ്ട്. അതിൽ പ്രധാനപ്പെട്ട 2 വരി "ഞങ്ങൾ തോറ്റ ജനതയല്ല, ഞങ്ങൾ മുന്നോട്ട് തന്നെ കുതിക്കും" എന്നതാണ്. തീർച്ചയായും ഈ വരികളെന്ന പോലെ തന്നെ കേരളം ഏത് സാമ്പത്തിക ഉപരോധത്തിനിടയിലും മുന്നോട്ട് കുതിക്കുക തന്നെയാണ്, നവകേരളം സൃഷ്ടിക്കുക തന്നെയാണ് പിണറായി വിജയൻ ഗവൺമെൻറ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. സർ, കഴിഞ്ഞ 9 വർഷങ്ങൾ കൊണ്ട് കേരള പോലീസ് നിരവധിയായ നേട്ടങ്ങൾ കൈവരിച്ചു. സർ, ഇന്ന് പ്രതിപക്ഷ നിരയിൽ നിന്ന് ഈ ധനാഭ്യർത്ഥനയുമായി ബന്ധപ്പെട്ട് നടത്തിയ ചർച്ചയിൽ കേട്ട എല്ലാവർക്കും അറിയാം, ഒരു വിഷയവും കേരള പോലീസിനെതിരായും ആഭ്യന്തര വകുപ്പിനെതിരായും പങ്കുവെക്കാനില്ലാത്ത വിധത്തിൽ വിഷയത്തിൽ നിന്ന് മറികടന്ന് മറ്റു ചില വിഷയങ്ങളെ ഇവിടെ ചേർത്ത് വെക്കേണ്ടി വരുന്നു പ്രതിപക്ഷത്തിന് എന്ന് തന്നെയാണ് കേരളം, ആഭ്യന്തര വകുപ്പ്, പോലീസ് ഈ 9 വർഷം കൊണ്ട് മികവുറ്റ നേട്ടങ്ങൾ കൈവരിച്ചു എന്നതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട തെളിവ്. സർ, കുറ്റാന്വേഷണ രംഗത്ത് വലിയ മുന്നേറ്റമുണ്ടാക്കി ഇന്ത്യയിലെ പല സംസ്ഥാനങ്ങളും. സർ, വരുന്ന വാർത്തകൾ എന്താണ്? ആൾക്കൂട്ട കൊലപാതകം, വർഗീയ കലാപം, ഭീതിതമായ ഒരു അന്തരീക്ഷം ഇന്ത്യയിലെ മറ്റ് സംസ്ഥാനങ്ങളിൽ നിലനിൽക്കുമ്പോൾ കേരളം ലോകത്തിന് മാതൃകയായ വിധത്തിൽ ഇതാ വർഗീയ കലാപങ്ങളില്ലാത്ത, സംഘർഷങ്ങളില്ലാത്ത, ആൾക്കൂട്ട കൊലപാതകങ്ങളില്ലാത്ത, ഭീതിതമായ പരിസരമില്ലാത്ത ഒരു നാടായി മാറ്റാൻ കേരളത്തിന്റെ ആഭ്യന്തര വകുപ്പ് പ്രിയങ്കനായ മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ നടത്തിവരുന്ന പ്രവർത്തനങ്ങൾ അഭിനന്ദനാർഹമാണ്. സർ, വർഗീയവാദികൾ പല ശ്രമങ്ങളും നടത്തിയില്ലേ സർ? ആലപ്പുഴയിൽ, പാലക്കാട് എത്രയെത്ര ശ്രമങ്ങൾ വർഗീയവാദികൾ ഈ കേരളത്തിൽ നടത്തി. അതിനെയെല്ലാം അടിച്ചമർത്തിയത് കേരളത്തിന്റെ ആഭ്യന്തര വകുപ്പ്, പോലീസ് സംവിധാനം ഇച്ഛാശക്തിയോട് നടത്തിയിട്ടുള്ള പ്രവർത്തനങ്ങളുടെ ഭാഗമായിട്ടാണ്. സർ, കുറ്റാന്വേഷണത്തിലും കേരള പോലീസ് ഒന്നാമതാണ്. സർ, ഇവർ ചില കണക്കുകൾ പണ്ട് കാലങ്ങളിൽ മുത്തശ്ശി കഥകൾ, പ്രേതകഥകൾ പറഞ്ഞ് പേടിപ്പെടുത്തുന്നത് പോലെ ചില കഥകളെ പൊടിപ്പും തൊങ്ങലും ചേർത്തുകൊണ്ട്, നുണക്കഥകൾ ഇങ്ങനെ വിശദീകരിച്ചുകൊണ്ട് എത്രയോ അപകടകരമാണ് കേരളമെന്ന് വരുത്താനാണ് പ്രതിപക്ഷം ശ്രമിക്കുന്നത്. യാഥാർത്ഥ്യത്തെയോ കണക്കുകളെയോ ഫാക്റ്റുകളെയോ വെച്ചുകൊണ്ടല്ല അവർ കാര്യങ്ങൾ മുന്നോട്ട് വെക്കുന്നത്. ലോകത്തിലെ ഏത് പോലീസ് സംവിധാനത്തോടും ഇടപിടിക്കുന്നതാണ് കേരള പോലീസ് എന്നത് നമുക്ക് അഭിമാനപൂർവ്വം പറയാൻ സാധിക്കും. കുറ്റകൃത്യങ്ങൾ തടയുന്നതിലും തെളിയിക്കുന്നതിലും നീതി നിർവഹണത്തിലും ഇന്ത്യയിലെ ഏറ്റവും മികച്ച സേന സർ നമ്മുടേതാണ്. സർ, അതോടൊപ്പം തന്നെ പല സംസ്ഥാനങ്ങളിലും വലിയ കുറ്റകൃത്യങ്ങൾ മാത്രമാണ് കേസ് രജിസ്റ്റർ ചെയ്യുന്നത്. എന്തേ കേരളത്തിൽ കേസ് കൂടുതലാണെന്ന് നിങ്ങൾ പറയുന്നു? കേരളത്തിൽ നിയമസാക്ഷരതയിലും അതോടൊപ്പം തന്നെ പോലീസിലുള്ള വിശ്വാസവും കൊണ്ട് ഏറ്റവും ചെറിയ കുറ്റകൃത്യങ്ങൾ പോലും രജിസ്റ്റർ ചെയ്യപ്പെടുന്നുണ്ട്. ഈ കണക്കുകൾ ചൂണ്ടിക്കാണിച്ചാണ് പ്രതിപക്ഷം ഉൾപ്പെടെ കേരളത്തെ ആഭ്യന്തര വകുപ്പിനെ, പോലീസിനെ വിമർശിക്കാനുള്ള ശ്രമങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇതെല്ലാം സമൂഹം തിരിച്ചറിയുന്നുണ്ട്. സർ, സ്ത്രീകൾക്കും കുട്ടികൾക്കുമെതിരായ അതിക്രമങ്ങളുടെയും കുറ്റകൃത്യങ്ങളെയും പ്രതിരോധിക്കാൻ സർക്കാർ മുന്തിയ പരിഗണനയാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. നമ്മുടെ സംസ്ഥാനം പോലെ സമാധാനപൂർണമായി നിൽക്കുന്ന മറ്റൊരു സംസ്ഥാനം ഇന്ത്യയിലുണ്ടോ? കോൺഗ്രസ് ഭരിക്കുന്ന ഒരു സംസ്ഥാനത്തെ പ്രതിപക്ഷാംഗങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടി പറ്റുമോ? ഇത്രയും സമാധാന അന്തരീക്ഷം, ക്രമസമാധാന നിലയിൽ നമ്പർ 1 ആണ് കേരളം. സർ, അത് ക്രമസമാധാന നിലയുടെ പ്രവർത്തനത്തിൽ മാത്രമല്ല പോലീസ്. നേരത്തെ ഇവിടെ അംഗങ്ങൾ സൂചിപ്പിച്ചു, ചൂരൽമലയിൽ ദുരന്തമുണ്ടായപ്പോ, പ്രളയമുണ്ടായപ്പോ, കോവിഡും നിപ്പയും ഉണ്ടായപ്പോ ഏതൊരു അപകടഘട്ടത്തിലും പോലീസ് സേന ഉണർന്ന് പ്രവർത്തിച്ചിട്ടുണ്ട്. സാർ, അത് കേരളത്തിന്റെ ഓരോ മേഖലയിലും നേട്ടത്തിന് പോലീസിന്റെ പ്രവർത്തനങ്ങൾ കൂടി പൊൻതൂവലായി നിൽക്കുന്നുണ്ട് എന്നതും വളരെ പ്രധാനപ്പെട്ടതാണ്. സാർ, സൈബർ കേസുകൾ കൈകാര്യം ചെയ്യുന്നതിൽ പ്രത്യേക പരിശീലനം ലഭിച്ച നിരവധി ഉദ്യോഗസ്ഥർ സർ കേരളത്തിലുണ്ട്. രാജ്യത്ത് ഓൺലൈൻ തട്ടിപ്പിൽ ഏറ്റവും കൂടുതൽ പ്രതികളെ അറസ്റ്റ് ചെയ്ത സംസ്ഥാനം ഏത് സർ? അത് കേരളമാണ്. കണക്കുകൾ ഞാൻ വിശദീകരിക്കുന്നില്ല, സമയപരിമിതിയുണ്ട്. കണക്കുകൾ വെച്ചുകൊണ്ട് തന്നെ നമുക്ക് ചർച്ച ചെയ്യാം. ഇത്തരം കേസുകളിൽ ഓൺലൈൻ ട്രേഡിംഗ് തട്ടിപ്പ് തടയാൻ കർശന നടപടിയാണ് കേരള പോലീസ് സ്വീകരിച്ചിട്ടുള്ളത്. കഴിഞ്ഞ വർഷം
748 പേർക്കാണ് കേരള പോലീസ് സൈബർ ഡിവിഷൻ പണം തിരികെ പിടിച്ചു നൽകിയത്. ഈ വർഷം 100ഓളം കേസുകൾ പണം പിടിച്ച് തിരിച്ചു നൽകിയിട്ടുണ്ട് സർ. ഇത് അഭിമാനകരമായ പ്രവർത്തനത്തിന്റെ ഭാഗമായിട്ടല്ലേ സർ? പോലീസ് വകുപ്പിൽ ഏറ്റവും കൂടുതൽ തസ്തിക സൃഷ്ടിച്ചതും PSC നിയമനം നടത്തിയതും ഈ ഒരു കാലഘട്ടത്തിലല്ലേ സർ? ഇതാ കേരളം മുന്നോട്ട് പോകുമ്പോൾ കേരളത്തിന്റെ ഏറ്റവും ശക്തമായ ക്രമസമാധാന നിലയെ കൃത്യമായി ഏറ്റെടുത്തുകൊണ്ട് മുന്നോട്ട് നിരവധി അംഗീകാരങ്ങൾ കേരള പോലീസിനെയും ആഭ്യന്തര വകുപ്പിനെയും തേടിയെത്തുകയാണ് സർ. സർ, ഇതൊന്നും ചർച്ച ചെയ്യാനല്ല ഇവർ തയ്യാറാകുന്നത്. ഇവിടെ ശ്രീ നജി കാന്തപുരം MLA ഉൾപ്പെടെ പറയുമ്പോൾ SFI പ്രതിപക്ഷ നേതാവ്, SFI മുൻ പ്രതിപക്ഷ നേതാവ്, SFI എന്താ പ്രതിപക്ഷ നേതാവ് പറഞ്ഞത്? SFIയെ നിരോധിക്കണമെന്നാണ്. ആദ്യം നിങ്ങളുടെ വിദ്യാർത്ഥി സംഘടനയെ കുറിച്ച് പഠിക്കൂ. 1970 രൂപീകരിച്ച SFI ഈ രാജ്യത്തിന്റെ വിദ്യാഭ്യാസ മേഖലയിൽ ഐതിഹാസികമായ പോരാട്ടങ്ങൾക്ക് നേതൃത്വം കൊടുത്ത് വിദ്യാർത്ഥി ഹൃദയങ്ങൾ കീഴടക്കിയ പ്രസ്ഥാനമാണ്. നിങ്ങൾ പറഞ്ഞില്ലേ രക്തസാക്ഷികളെ കുറിച്ച്? 35 പേരാണ് SFI കൊടി പിടിച്ചതിന്റെ പേരിൽ നിങ്ങൾ KSUക്കാർ, യൂത്ത് കോൺഗ്രസുകാർ, MSFകാർ, RSSകാർ കേരളത്തിന്റെ കലാലയങ്ങൾ കൊല ചെയ്യപ്പെട്ടത്. നിങ്ങൾ കടാര താഴെ വെക്കാൻ പറഞ്ഞാൽ തന്നെ കേരളത്തിന്റെ ക്യാമ്പസുകളിൽ സമാധാന അന്തരീക്ഷം ഉണ്ടാകും എന്ന് തിരിച്ചറിയണം. ലഹരിയുടെ കാര്യം വരുമ്പോൾ ഞങ്ങൾ രാഷ്ട്രീയം പറയാൻ ആഗ്രഹിക്കുന്നില്ല. പക്ഷെ ലഹരിയുടെ കാര്യം വരുമ്പോൾ നിങ്ങൾ SFI ആണോ? നിങ്ങൾ ആദ്യം KSUവിനകത്തെ ലഹരി കലാപത്തെ അവസാനിപ്പിക്കാൻ ശ്രമിക്കുക. KSUവിന്റെ പ്രവർത്തനങ്ങൾ ക്യാമ്പസിനകത്ത് എന്തോ എന്നുള്ളത് ദിവസങ്ങൾക്ക് മുന്നേ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അതുകൂടി കണ്ടുകൊണ്ട് നിങ്ങൾ ആദ്യം നിങ്ങളുടെ വിദ്യാർത്ഥി സംഘടനയാണ് കാര്യങ്ങൾ പഠിപ്പിക്കേണ്ടത്. നിങ്ങൾക്ക് SFIയുടെ ക്ലാസ് വേണ്ട. ആർക്കും കയറി കൊട്ടാൻ പറ്റുന്ന ചെണ്ടയാണ് SFI എന്ന് നിങ്ങൾ ധരിച്ചും പോകരുത്. അതിശക്തമായി ലഹരിക്കെതിരായ പോരാട്ടങ്ങൾ ഏറ്റെടുത്തുകൊണ്ട് SFI ഉണ്ട്, DYFI ഉണ്ട്, നവാസ പോലുള്ള മികച്ച ക്യാമ്പയിനുകൾ ഏറ്റെടുക്കുന്നുണ്ട്. ലഹരിക്കെതിരായി ശക്തമായ ക്യാമ്പയിനുകൾ മുന്നോട്ട് വെക്കുന്നുണ്ട് എന്ന യാഥാർത്ഥ്യം നമ്മുടെ മുന്നിലുണ്ട്. ഇവിടെ പ്രതിപക്ഷാംഗങ്ങൾ സംസാരിക്കുമ്പോൾ പറഞ്ഞു എല്ലാ കാലത്തും പോലീസ് മികച്ചതാണ്. കേരളത്തിലെ പോലീസ് നിങ്ങളുടെ കാലത്തുള്ള സംവിധാനം എന്താ? ജിഷ വധത്തെ കുറിച്ച് ഇവിടെ സംസാരിച്ചല്ലോ. ചെരുപ്പ് തൂക്കിയിട്ട് നടത്തിയ നാടകങ്ങൾ പിണറായി വിജയൻ കേരളത്തിന്റെ ആഭ്യന്തരമന്ത്രി ആയതിനു ശേഷമാണ് ആ കേസ് കൃത്യമായി തെളിയിച്ചത് എന്ന് നമ്മുടെ മുന്നിലുണ്ട്. വാളയാറിന്റെ അമ്മ ഇവിടെയുണ്ടല്ലോ. വാളയാറിന്റെ അമ്മയോട് മാപ്പ് പറഞ്ഞ പ്രതിപക്ഷ അംഗങ്ങൾ, നിങ്ങൾ വാളയാർ കേസ് പറഞ്ഞ് ആരെയാണ് വേട്ടയാടാൻ ശ്രമിച്ചത്? കേരളത്തിന്റെ ജനപ്രിയനായ മുഖ്യമന്ത്രിയെ. ധർമ്മടത്ത് കുഞ്ഞുടുപ്പ് ചിഹ്നത്തിൽ നിങ്ങൾ മത്സരിക്കാൻ ആ അമ്മയെ കൊണ്ടുവന്നു. ഇന്ന് കാര്യങ്ങൾ തെളിഞ്ഞിരിക്കുന്നില്ലേ? വാളയാർ അമ്മയ്ക്ക് വേണ്ടി പ്രസംഗിച്ച രാഹുൽ, നിങ്ങൾ കേരളത്തിലെ മുഖ്യമന്ത്രിയോട് മാപ്പ് പറയണം. നിങ്ങളെ വാളയാർ അമ്മയോട് മാപ്പ് പറഞ്ഞ് നടത്തിയ നാടകമുണ്ടല്ലോ, കുഞ്ഞുടുപ്പുണ്ടല്ലോ. നോക്ക്, നിങ്ങൾ മാപ്പ് പറയാൻ തയ്യാറാകുമോ? മാപ്പ് പറയുക എന്നത് വളരെ വളരെ പ്രധാനപ്പെട്ടതാണ്. അതോടൊപ്പം തന്നെ നിങ്ങൾ കേരളത്തിന്റെ പോലീസ് സംവിധാനത്തെ എങ്ങനെയാണ് ഉപയോഗിച്ചത്? നിങ്ങൾ ഇപ്പൊ SFI പറഞ്ഞില്ലേ? ആ SFIയുടെ സമരത്തിന് നേരെ വെടിയുതിർത്ത ACP രാധാകൃഷ്ണപിള്ള നിങ്ങളുടെ ഭരണകാലത്തുണ്ട് എന്നത് നിങ്ങൾ അങ്ങനെയാണ് കേരളത്തിലെ പോലീസിനെ ഉപയോഗിച്ചത്. അതിർത്തിയിലെ ശത്രുവിനെ പോലെ ഗ്രനേഡ് ഉപയോഗിച്ചുകൊണ്ട് സമരത്തെ അടിച്ചമർത്തിയവരാണ് UDFന്റെ കാലത്തെ പോലീസ്. പിന്നെ ഇവിടെ പറയുകയാണ്, എന്താ പറഞ്ഞത്? RSS. ആരാ RSSുമായി ചേർന്നത്? തിരുവനന്തപുരം MG കോളേജിലെ RSS അംഗം CIയെ ബോംബെറിഞ്ഞ് കൊലപ്പെടുത്താൻ ശ്രമിച്ച കേസ് തള്ളിക്കളഞ്ഞത് നിങ്ങളുടെ ഗവൺമെന്റ് ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രി ആയിരിക്കുമ്പോഴാണ് എന്ന് നിങ്ങൾ മറന്നു പോകരുത്. ഞങ്ങളിലേക്ക് നിങ്ങൾ ചർത്തേണ്ട. കേരളത്തിലെ പോലീസ് മുഖം നോക്കാതെ ക്രിമിനലുകൾക്കെതിരായി ഏറ്റവും ശക്തമായി നിലപാടെടുക്കുന്ന നടപടിയെടുക്കുന്ന ഒരു സംവിധാനമാണ്. അതിന് കരുത്തുറ്റ നേതൃത്വമാണ് കേരളത്തിന്റെ പ്രിയപ്പെട്ട ആഭ്യന്തര വകുപ്പ് മന്ത്രി കൂടിയായ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ നിർവഹിക്കുന്നത്. നമ്പർ 1 ആണ് കേരള പോലീസ്, നമ്പർ 1 ആണ് കേരളത്തിന്റെ ആഭ്യന്തര വകുപ്പ് എന്നത് നിങ്ങൾക്ക് തന്നെ സമ്മതിക്കേണ്ടതായി വരുന്നുണ്ട്. മൂവാറ്റുപുഴ അംഗം ഇവിടെ കേരളത്തിനെതിരാണ് ഞങ്ങൾ, അല്ല എന്തുകൊണ്ടാണ് ഞങ്ങൾ എതിരെ എന്ന് ചോദിച്ചല്ലോ. കേരളത്തിനെ നിങ്ങൾ എപ്പോഴാണ് സഹായിച്ചിട്ടുള്ളത്? കേന്ദ്രം സാമ്പത്തിക ഉപരോധം തീർത്തപ്പോ നിങ്ങൾ ആ BJP ചേർന്ന് നിൽക്കുകയല്ലേ ചെയ്തത്? അതോടൊപ്പം തന്നെ കേരളയിൽ നിങ്ങൾ എതിർത്തു. വയനാട് ദുരന്ത ഘട്ടത്തിൽ പദ്ധതി ഹൈവേക്കെതിരെ നിങ്ങൾ സമരം നടത്തിയവരല്ലേ? കേരളത്തിന്റെ മുന്നേറ്റത്തെ തകർത്ത് BJPയോട് കൂട്ടിച്ചേർന്നുകൊണ്ടാണ് നിങ്ങൾ പ്രവർത്തിക്കുന്നത്. നിങ്ങൾ കേരളത്തിലെ ജനങ്ങൾ നിങ്ങളോട് മറുപടി പറയും. മൂന്നാമതും കേരളത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റ് അധികാരത്തിൽ വരുമെന്ന് കൂടി സൂചിപ്പിച്ചു വെച്ചുകൊണ്ട് ഈ ധനാഭ്യർത്ഥനയെ പിന്തുണക്കുന്നു.